ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ വെറും 2 ചേരുവകൾ മാത്രം ഉപയോഗിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 3 ഏത്തപ്പഴം നല്ലപോലെ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് മാഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊണ്ട് മാഷ് ചെയ്ത് എത്തിച്ചു കേട്ടോ. അപ്പൊ ഇത് കുറച്ച് ചൂടുണ്ട്, അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് ഉപയോഗിച്ച് മാഷ് ചെയ്യണം കേട്ടോ. ഇതിനകത്തേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കുറച്ച് ബ്രെഡ് ക്രംസ് ചേർത്തിട്ടുണ്ട്. ഇതിന്റെ ആ ഒരു നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റണം, ആ ഒരു പരുവത്തിന് വേണ്ടുന്ന ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതായത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഏതെങ്കിലുമൊക്കെ ഒരു ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെയ്യണത് ഒരു ചതുരത്തിലായിട്ടൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ ഈ പഴത്തിന് മധുരം കുറവാണെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കണം കേട്ടോ. അതുപോലെ പഴം എപ്പോഴും നല്ല നല്ല കറുത്ത, അതായത് നല്ല പഴുത്ത പഴം ഉണ്ടല്ലോ, അതെടുക്കണേട്ടോ ഏറ്റവും നല്ലത്. ഇതിങ്ങനെ തന്നെ വെറുതെ ഉരുട്ടിയെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു ഷേപ്പിലായിട്ട് ഇരുന്നോട്ടെ കരുതിയാ. ഈ ഉരുളായിട്ടുള്ള റോളായിട്ടുള്ള സ്നാക്സ് ഒരുപാടുണ്ട്, ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ വീണ്ടും അത് തന്നെ വേണ്ടല്ലോ എന്ന് കരുതിയുണ്ടോ. അപ്പോൾ അതെല്ലാതും ഒരു റെക്ടാങ്കുലർ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കി എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ആ മോൾഡൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് ഷേപ്പായിട്ട് കിട്ടും. അപ്പോൾ ഇനി ഇത് ഓരോന്നും ചൂടായ എണ്ണയിലായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇത് ഓൾറെഡി എല്ലാം കുക്ക്ഡാണ്. അതായത് ബ്രെഡും പഴമാണല്ലോ ഇതിനകത്തുള്ളൂ. അപ്പോൾ പിന്നെ അതങ്ങനെ പ്രത്യേകിച്ച് ഫ്രൈ ചെയ്യാനൊന്നുമില്ല. പക്ഷേ ഞാനിവിടെ ഓൾറെഡി എണ്ണ കുറച്ച് വേറെ ഒരെണ്ണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം പിന്നെ വിചാരിച്ചു അതിനകത്തേക്ക് തന്നെ ഇട്ട് ഫ്രൈ ചെയ്താലോ എന്ന് കരുതി അങ്ങനെ അങ്ങോട്ട് എടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇനി ഇത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന വെറും 2 ചേരുവകൾ മാത്രം ആവശ്യമായിട്ടുള്ള നല്ലൊരു പലഹാരമുണ്ട് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മധുരം ഉണ്ടോ എന്നുള്ളത് ആ മാവ് ഒന്നെടുത്ത്, അതായത് നമ്മൾ ആ കുഴച്ച് വയ്ക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ മാവ്, അതൊന്ന് കഴിച്ചു നോക്കണം കേട്ടോ. കാരണം മധുരം കുറവാണെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര ഇട്ടതിന് ശേഷം വേണം ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കേട്ടോ. അതുപോലെ ഇതിന് കൂടുതൽ ടേസ്റ്റ് ആക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏലക്കാപ്പൊടിയോ ഒക്കെ വേണമെങ്കിൽ ചേർക്കാം. ഒന്നും ചേർത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.